അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം എന്തൊക്കെ ഉണ്ട് എല്ലാവരും വിശേഷം? സുഖമാണെന്ന് കരുതുന്നു. അപ്പം ഇന്ന് ഞാനിതാക്കണ തൊടി കൂടെ ചീര അരക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. മുള്ളൻചീര എന്ന് പറയും. അപ്പം തന്നെ മുളച്ചുണ്ടായ ചീരയുണ്ടോ. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു പേരക്ക മരം ഉണ്ട് കേട്ടോ. അപ്പം അതിന്മേൽ 2 പേരക്ക കിട്ടിയിട്ടുണ്ട്. അപ്പം മക്കളും ഉണ്ട് കേട്ടോ എൻ്റെ കൂടെ ചീര പറിക്കാനായിട്ട് വന്നിട്ടുണ്ട്. അപ്പം രണ്ടും ഞാൻ പറിച്ചെടുത്തു കേട്ടോ. പക്ഷെ നിറച്ച് പിഞ്ച് കായാണ് കേട്ടോ. ഇതിന്മേ കായൊന്നും പഴുത്തതൊന്നും അധികമില്ല. അപ്പോൾ 2 കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കടിച്ച് നോക്കിയപ്പോൾ നല്ല മധുരമുള്ള പഴമാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. അങ്ങനെ ചീര വറുക്കാൻ ഞാനും മോനും ആശിമും പാടെ ഉണ്ടോ. അപ്പം ഞങ്ങൾ 3 ആളും പാടെ ഇരുന്ന് അങ്ങനെ ചീര വറുക്കാൻ ഒരു ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നല്ല ശ്രദ്ധിച്ച് വേണം കേട്ടോ വറുക്കണമെങ്കിൽ. ഓരോന്നായിട്ട് പറിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ കയ്യിൽ മുള്ളു കുത്തിട്ടോ. അങ്ങനെ മോനൂസിൻ്റെ കയ്യിൽ മുറം പിടിച്ചിട്ട് മോനൂസ് വരുന്നുണ്ട്. വീട്ടിലെത്തി ചീരൊക്കെ ഒന്ന് പറിച്ചെടുക്കാൻ പോവാണ് കേട്ടോ. അത്യാവശ്യം ചീര കിട്ടിയിട്ടുണ്ട്. അപ്പം അത്രയും ചീര കിട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ നേരത്തെ അടുപ്പ് കത്തിച്ച് വെച്ചിരുന്നു കേട്ടോ. അപ്പം കുളിക്കാനുള്ള വെള്ളം വെച്ചതായിരുന്നു. അതൊന്ന് മാറ്റി വെച്ചിട്ട് ചോറിൻ്റെ വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മളമ്മ കൈപ്പക്കൊക്കെ മുളക് തേച്ച് അരിഞ്ഞ് മുളക് തേച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പുറത്തെ അടുപ്പ് കത്തിച്ചിട്ട് ഞാനതൊന്ന് വറുത്തെടുക്കാൻ പോവുകയാണ്. അപ്പോൾ നല്ല ചൂട് എണ്ണയിൽ കൂടെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നല്ല കനലുണ്ട്, നല്ല തിളച്ച് വന്നിട്ടുണ്ട് എണ്ണ കേട്ടോ. അപ്പോൾ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അങ്ങനെ നല്ല ക്രിസ്പി ആയിട്ട് മുരുമുരായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ഒരു പാത്രത്തേക്ക് ഞാൻ ഒഴിച്ച് കൊടുക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പം ഇനി ഇതൊരു ആറിയതിന് ശേഷം ഒരു ബോക്സിലിട്ട് അടച്ച് വെക്കാം. പിന്നെ ഇതേ ചട്ടിയിൽ തന്നെ ഞാൻ മീൻ മുളക് തേച്ച് വെച്ചിരുന്നു കേട്ടോ. ഉച്ചക്ക് മീൻ കൊണ്ടുവന്നതാണ്. അത് നേരാക്കി മത്തി മീനും അയില മീനും ഉണ്ട്. അപ്പോൾ അത് നേരാക്കി വെച്ച് നല്ല മുളകൊക്കെ തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും ഒന്ന് ഇതിലിട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ചോറിൻ്റെ വെള്ളം നല്ല തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഒന്ന് അരി ഇട്ട് കൊടുക്കാം കേട്ടോ. നേരത്തെ തന്നെ ഞാൻ അരിയൊക്കെ ഒന്ന് കഴുകി വെച്ചിരുന്നു. അപ്പോൾ അതും പാടെ ഇട്ട് കൊടുത്താൽ അതൊരു ഭാഗത്ത് കിടന്ന് വെന്തോളുമല്ലോ. അപ്പോൾ അങ്ങനെ അരി ഇട്ട് കൊടുക്കാൻ പോവുകയാണ്. നല്ല ചൂട് വെള്ളമാണ് കേട്ടോ. അപ്പോൾ കയ്യിലൊക്കെ നല്ല തെള്ളി വരുന്നുണ്ട് വെള്ളം. അപ്പോൾ നല്ല ചൂടായി കിടക്കുന്നുണ്ട്. കൈയൊക്കെ നല്ല പൊള്ളി വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇതാക്കണ മീനൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു ബോക്സിൻ്റെ ഉള്ളിലിട്ട് അടച്ച് വെക്കാൻ പോവുകയാണ്. നല്ല ചൂടുണ്ട് കേട്ടോ മീൻ ചട്ടി. പിന്നെ മൺകലത്തിലാണ് കേട്ടോ അപ്പം ഞങ്ങൾ അധികം കറി വെക്കുക. ഈ അടുപ്പിൽ പാചകം ചെയ്യുന്നതുകൊണ്ട് മൺകലത്തിൽ തന്നെ അധികം വെക്കൽ. അപ്പോൾ ഇന്ന് ഇല താളിക്കാനല്ലേ പോകണം. അതിൽ പച്ചമുളകും ഉള്ളിയൊക്കെ ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് വെളിച്ചെണ്ണയും പാടെ ഒഴിച്ച് നന്നായി വഴറ്റി കൊടുക്കാൻ പോവുകയാണ്. വഴണ്ടി വന്നതിന് ശേഷം നമ്മൾ ചോറ് നല്ല തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് 2 കരണ്ടി വെള്ളം എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നല്ല തിളച്ചതായതുകൊണ്ട് പെട്ടെന്ന് തിളച്ചും കിട്ടും. നല്ല ചൂടാണ് കേട്ടോ. കൈയൊക്കെ നല്ല പൊള്ളി വന്നിട്ടുണ്ട്. അപ്പോൾ ഉള്ളിയൊക്കെ ഏകദേശം വഴണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഈ വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കുകയാണ്. ലേശം കൂടെ വെള്ളം വേണം കേട്ടോ. അപ്പോൾ അതും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ തിളക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അപ്പോൾ കഞ്ഞിവെള്ളം തന്നെ നല്ല തിളച്ച വെള്ളമല്ലേ. അപ്പോൾ അതിലേക്ക് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കഴുകി വെച്ച ചീരമ്പാടിട്ട് കൊടുത്ത് നന്നായി തിളച്ച് വന്നാൽ നമ്മളെ ഇലക്കറി റെഡി ആയിട്ടോ. അങ്ങനെ ഇലക്കറി നല്ല തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാക്കണ ചോറും അവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ രാത്രി ആയപ്പോൾ മക്കൾക്ക് ചോറ് വേണം പറഞ്ഞപ്പോൾ 2 കരണ്ടി ചോറും പാടിട്ട് കൊടുത്തിട്ടുണ്ട് കുട്ടി പ്ലേറ്റിൽ. അങ്ങനെ ചുട്ടരച്ച ചമ്മന്തി അരച്ചിരുന്നു കേട്ടോ. അതും പാടെ കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 2 മത്തിമീനും പിന്നെ കയ്പ്പക്ക വറുത്തതും ഇലക്കറിയാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെ ഉള്ളൂ. എല്ലാവരും പ്രത്യേകം ദുആ ചെയ്യാൻ മറക്കരുത്. അസ്സലാമു അലൈക്കും.